പ്രിയ സഹോദര, ആർക്കാണ് ഈ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാത്തത്? ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ഭാരപ്പെടുത്തിയൊരു ന്യൂസായിരുന്നു. കോട്ടയത്ത് കീടനാശിനി കഴിച്ച ആ കുടുംബത്തിലെ 4 പേരും മരണപ്പെട്ടിരിക്കുകയാണ്. അതിൽ 17ഉം 12 വയസ്സായിട്ടുള്ള മക്കളുമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും എൻ്റെ കുടുംബവും ഇതുപോലെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ്. ഞങ്ങളുടെ വീട് വരെ വിൽക്കേണ്ടി വന്നു. പലതവണ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം ഞങ്ങളെ മുമ്പോട്ട് നയിച്ചത്, ഞങ്ങളെ പിടിച്ചു നിർത്തിയത് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസമായിരുന്നു. പിന്നെ എന്തിനേയും നേരിടാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങളെടുത്തെങ്കിലും ഞങ്ങളുടെ കടഭാരങ്ങളെല്ലാം തീരുകയും ഒരു ഭവനം വയ്ക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു. ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഈ ആശ്വാസം നൽകുന്ന ആൾക്കാർ തന്നെ, ഒരു കുടുംബത്തെ പിടിച്ചു നിർത്തേണ്ടവർ തന്നെ ഇങ്ങനെ തളർന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി പറ്റും? നിങ്ങൾ ആ ഗ്രീറ്റിലെ കഥ കേട്ടിട്ടില്ലേ? അവർ കൃഷി ചെയ്ത മുന്തിരിയെല്ലാം ഉണക്കമിട്ടിരിക്കുകയാണ്. അവർ പ്രതീക്ഷിക്കാത്ത മഴ പെയ്യുകയാണ്. ആ മഴവെള്ള പാച്ചിലിൽ അവരുടെ സമ്പാദ്യമെല്ലാം, അവരുടെ മുന്തിരിയെല്ലാം അവരുടെ കൺമുമ്പിൽ ഇങ്ങനെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിൽ നിന്നപ്പം മകൻ ഓടി വന്ന് വാവിട്ട് കരയുകയാണ്. അപ്പാ, നമ്മളിനി എന്ത് ചെയ്യും അപ്പാ? നമ്മുടെ സമ്പാദ്യവും നമ്മുടെ മുന്തിരിയെല്ലാം ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കരയുന്ന മകനെ നോക്കി അപ്പം പറയണ വാക്കുകളുണ്ട്: കരയാതടാ മോനെ, നമ്മുടെ മുന്തിരി മാത്രമേ ഒലിച്ചു പോയിട്ടുള്ളൂ, പക്ഷെ ഇപ്പോഴും നമ്മുടെ ചങ്കിൽ ജീവനില്ലേടാ. നമ്മളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. നമ്മൾ വീണ്ടും നേടിയെടുക്കുക, വീണ്ടും സമ്പാദിക്കുക. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒത്തിരി പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. നമ്മുടെ ചുറ്റിലുമുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളും നമ്മുടെ അറിയുന്ന സുഹൃത്തുക്കൾ പോലും നമ്മളെ സഹായിച്ചില്ലെന്ന് വരാം ആ അവസരത്തിലൊക്കെ. പക്ഷേ തളർന്നു പോകരുത്, വീണു പോകരുത്. ഒന്ന് ശ്രമിച്ചു നോക്കാനുള്ള മനസ്സ് വേണം. പിന്നെ എല്ലാം ദൈവത്തിലോട്ട് നിങ്ങൾ അർപ്പിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും എന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം. സുവിശേഷത്തിൽ ഒരു വചനം പറയുന്നുണ്ട്: നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും.